വിഷയങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. प्रकाशित वाक्य में जो घट चुका है, जो घट रहा है और जो घटने पर है, आने वाले दिनों में जो भी घटनाएं होने वाले उस विषय में हम पढ़ना ആ, अध्ययन करने वाले ഒന്നാ हैं। ഒന്നാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട മഹത്വത്തിന്റെ കർത്താവിനെ ആ, ആ, യോഹന്നാൻ കാണുന്നു. രണ്ടും മൂന്നും അധ്യായത്തിൽ ആ, ഏഴ് സഭയോടുള്ള ദൂതുകൾ നമ്മൾ കാണുന്നു. നാലാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുന്നതെല്ലാം വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ്. പ്രത്യേകിച്ച് ആറാം അധ്യായം മുതൽ തുടർമാനമായിട്ടുള്ള 18 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ, ആ ആ, മഹോപദ്ര കാലത്ത് സംഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. पहला अध्याय में, प्रकाशित वाक्य का पहला अध्याय में हमने तेजस पाया हुआ महिमामय यीशु मसीह को यूहन्ना जो है दर्शन प्रकाशन में देखता है, दर्शन में देखता है, उस विषय में अध्ययन किया। और दूसरा और तीसरा अध्याय में कलीसिया, 7 कलीसिया के लिए, एशिया माइनर में 7 कलीसिया के लिए जो संदेश है उस विषय में हमने अध्ययन किया। 4 अध्याय से आने वाले कुछ घटनाओं के विषय में हमने देखा, खासकर 6 से लेकर 18 अध्याय तक महाक्लेश के काल में जो भी कष्ट न्याय होने वाला है उसका विवरण है। അങ്ങനെ 3 തരത്തിലുള്ള ന്യായവിധി മഹോപദ്രവ കാലത്ത് സംഭവിക്കുന്നു. അത് 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, 7 കാഹളങ്ങൾ ഊതുമ്പോൾ, 7 ക്രോധ കലശങ്ങൾ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള പഠനമാണ്. और ये जो न्याय है ये 3 प्रकार का है। सबसे पहला 7 मोहर है, और वो मोहरें जब खोलते तो पृथ्वी में क्या क्या घटना होते उस विषय में विवरण है। फिर हम देखते हैं 7 तुरहिया, उन्हें फूकने पर जो भी घटनाएं इस पृथ्वी में घटती उस विषय में है। फिर आखिर में है 7 क्रोध का कटोरा। ഓക്കെ, ട്രിബുലേഷന്റെ ആ 7 വർഷം 2 ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നു. 3.5 വർഷത്തെ കാലയളവ്, അതിനുശേഷമുള്ള 3.5 വർഷം. അങ്ങനെ ഈ സമയത്തിൽ നടക്കുന്ന 3 വിധ ന്യായവിധികളെ കുറിച്ചുള്ള വെളിപ്പാടാണ് ആറാം അധ്യായം മുതൽ കണ്ടിന്യൂ ആയിട്ട് 19 വരെയുള്ള അധ്യായങ്ങളായി ഈ യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. महाक्लेश के समय में महाक्लेश का जो 7 वर्ष है उसे 2 भागों में जो बांटा गया है। 3.5 वर्ष का पहला भाग और आखिरी 3.5 वर्ष। इस काल में जो 3 न्याय घटने वाला है उस विषय को 3 प्रकार में बताए, 7 मोहर, 7 तुरहिया और 7 क्रोध का कटोरा। അതിൻ്റെ അകത്തെ മുദ്രകൾ, ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം 2ഉം 6ഉം 7ഉം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ കാണുവാനിടയായി. 6ആം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചപ്പോൾ അവസാനത്തെ 6ആം മുദ്ര പൊട്ടിച്ചപ്പോൾ നടക്കുന്നു. നമ്മൾ ആ വിഷയങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. അപ്പൊ 7ആം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ 7ആം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചുള്ള വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനിടയായി. 6वां अध्याय में जो है 7 मोहर है, 7 नहीं, 7 मोहर का 6 मोहर जो है खोलते हैं तो पृथ्वी में क्या क्या घटनाएं होती उस विषय में 6वां अध्याय का हमने अध्ययन ऑलरेडी कर चुके हैं। फिर 7वां मोहर खोलने से पहले पृथ्वी में कुछ घटनाएं होती जिसका विवरण 7 अध्याय में दिया है। उसका अध्ययन पिछला कुछ सप्ताह से जो है किया है। അപ്പം അതിനുശേഷം ഭൂമിയിലേക്ക് അപ്പൊ ഒരു 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 ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി വരുന്നത് കാണുന്നു. ആ 7ാമത്തെ സീൽ അല്ലെങ്കിൽ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പേ അവരോട് പറയുകയാണ്, നിൽക്കുവാൻ, ചില വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയുകയാണ്, ചിലരെ മുദ്ര ചെയ്യുവാനുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരാണ് ഈ മുദ്രയേക്കപ്പെട്ടവര്, അത്
എന്തിനാണ് ഇവരെ മുദ്ര ചെയ്തത്? ഈ മുദ്രയേക്കപ്പെട്ടവർ എന്താണ് ചെയ്യുന്നത്? അവരിൽ കൂടി ഈ ഭൂമിയിൽ ദൈവം ആ സമയത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാനിടയായി. 7वां अध्याय का पहले से कुछ अगर हम वचन पढ़ेंगे तो वहां पर देखते हैं कि स्वर्ग दूत जो है मुहर लगाने के लिए उतर आते हैं और वो दूसरे एक दूत से कहते हैं कि ठहर जाओ, पहला मुझे परमेश्वर के दासों के माथे पर मुहर लगाने दो। तो हमने 7 अध्याय में ये देखा कि ये लोग जिनके माथे पर मुहर लगाते, ये लोग कौन है और कहाँ से आए हैं और पृथ्वी में इनके द्वारा क्या काम होता है। അപ്പം 144,000 പേരുടെ മേല് ഈ ദൂതൻ മുദ്രയിടുകയാണ്. അപ്പം ഇത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനിടയായി. പല ഉപദേശങ്ങൾ, തെറ്റായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ഈ ഒരു മുദ്രയുള്ള ബന്ധത്തിൽ പ്രാബല്യത്തിലുണ്ട്, ഇന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അതെല്ലാം വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നിടയായി. യഹോവ സാക്ഷികൾ അഭിപ്രായപ്പെടുന്നു അവരാണെന്ന്. മോർമോണിസം അവർ പറയുന്നു അവരെയാണ് ഈ മുദ്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബന്ദിക്കോസിന്റെ അകത്തുമുള്ള വെള്ളയുടുപ്പുള്ളവരും പോലും ചിന്തിക്കുന്ന കാര്യം അവരുടെ ദൈവദാസന്മാരെയാണ് മുദ്ര ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഫേക്കാണ്. ആ 1,44,000 കവിഞ്ഞുപോയി അവരുടെ ദൈവദാസന്മാർ അല്ലെങ്കിൽ ആ ജനസംഖ്യ. അപ്പൊ അതുകൊണ്ട് അവരല്ല. ആ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആരെയാണ് മുദ്ര ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് മുദ്ര ചെയ്തിരിക്കുന്നത്. 7वां अध्याय का 4 से कुछ वचन पढ़ेंगे तो वहां पर लिखा है कि 1,44,000 लोगों दासों पर जो है मोहर लगाना है। और इस 1,44,000 दासों के विषय में कई प्रकार के गलत उपदेश है। यहोवा विटनेस वाले कहते हैं कि ये वो लोग है, मॉर्मोनिज्म मानने वाले कहते कि ये वो लोग है, पेंटिकोस में भी कुछ सफेद वस्त्र पहनने वाले लोग कहते ये 1,44,000 के जो गिनती है वो उन लोगों के बीच में से, उनके समूह में से है करके। पर ये सारा जो उपदेश जो है गलत साबित हुआ, क्योंकि उनके बीच की गिनती जो है 1,44,000 से भी ज्यादा हो चुका है। और हम ये 7वां अध्याय का 4, 5, 6, 7, 8 वचन पढ़ेंगे तो वहां पर उसका जवाब दिया है कि 1,44,000 जो दास लोग है ये कौन है, कौन से गोत्र से है, वहां पर वचन स्पष्ट रीति में बताता है। ഇവിടെ ഇസ്രായേൽ ഗോത്ര. ഇതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കണം. इसके पहले हमें कुछ बात ध्यान देना है. ഞാൻ ഈ പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ ആ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു, റെവലേഷന്റെ അകത്തും ദാനിയേലിന്റെ അകത്തും, രണ്ട് പുസ്തകത്തിന്റെ അകത്തും സിമ്പലിൽ കൂടാണ്, അടയാളങ്ങളിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും വിവരിച്ചിരിക്കുന്നത്. और मैंने ये जो अध्ययन के पहले प्रकाशित वाक्य और दानियल का अध्ययन शुरू करने से पहले इंट्रोडक्शन में ये बताया था कि ये दोनों पुस्तक जो है चिन्ह में जो है विवरण किया है. ഓരോ സിംബൽസ് നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മൾ ഇതിൻ്റെ അത് മുഴുവൻ കാണുന്നതല്ലേ, സീലുകള്, ട്രംപറ്റുകള്, ബൗൾസുകള്, 7 ദൂതന്മാര്, കലശം, അങ്ങനെ സിംബൽസ് ആണ് മുഴുവൻ. അത് 7 കൊമ്പുകള്, അപ്പം രാജമുടികള്, അങ്ങനെ ഒരു ഇമേജാണ്, സിംബോളിക്കലിയാണ് ഈ മുഴുവൻ വിഷയങ്ങളും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. और ये जो पुस्तक में सारी जो बातें विवरण किया है, प्रकाशन जो दिया है, चिन्हों के द्वारा प्रकाशन दिया, प्रकाशित वाक्य और दानियल में हमने देखा है कि वहां पर जो है तुरहियां हम देखते, मोहर देखते, कटोरा देखते, सींग देखते, मुकुट देखते, ये सब जो विषय है ചിഹ്നോ के द्वारा വിവരൺ किया है. അപ്പൊ ഇതിനെയെല്ലാം വ്യാഖ്യാനിക്കേണ്ടതായിരിക്കുന്നു. അതിന്റെ റൈറ്റ് ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള
ആ വ്യാഖ്യാനത്തെ, അതിന്റെ മർമ്മത്തെ, ആ സത്യത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തേണ്ടത്. और ये सारे चिन्हों को जो है हमें अच्छी तरह सही ढंग से जो व्याख्यान करना है, उसके मर्म को समझना है। ഞാൻ പറഞ്ഞത് സിമ്പലുകളൊക്കെ, ഇമേജുകളൊക്കെ അത് എക്കാലത്തും അതുപോലെ തന്നെയാണ്. പക്ഷേ വേർഡുകൾ, ലാംഗ്വേജിൽ ഉള്ള ഭാഷകൾ, ആ ശബ്ദങ്ങൾ എഴുതിയാൽ, ആ വചനങ്ങൾ എഴുതിയാൽ ചിലപ്പം അതിന് യുഗങ്ങൾ കഴിയുമ്പോൾ അർത്ഥങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയമായതുകൊണ്ട് ദാനിയേലിലും ഈ വെളിപ്പാട് പുസ്തകത്തിലും എപ്പോഴും നമ്മൾ ഈ ഇമേജുകളാണ്, രൂപങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ, ആ രൂപങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആത്മാവിൽ ദൈവദാസന്മാരുടെ കടമയാണ്. सो ये दोनों पुस्तक दानिయేल और प्रकाशित वाक्य में जितने भी विषय घटनाएं परमेश्वर ने रूप में या इमेज में बताया है, उसके पीछे एक वजह है। क्योंकि भाषाओं में जो है और शब्द जो भाषाओं में इस्तेमाल करते, युग बदलते वक्त उसका अर्थ जो है बदल सकता है। लेकिन जब हम रूप के विषय में या फिर किसी पिक्चर या इमेज के विषय में बात करेंगे, चिन्ह के विषय में बात करेंगे, युग चाहे जितने भी बदले, उसका अर्थ जो है बदलता नहीं है। ഓക്കെ. ഇവിടെ ഫിഗറേറ്റീവ്ലി നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ലിറ്ററൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലിറ്ററൽ ആയിട്ടുള്ള, ആ സിറ്റീസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെ അതുപോലെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുമുണ്ട്. यहाँ पर फिगरेटिवली जो है हम कुछ बातों का व्याख्यान करते हैं, लेकिन कुछ बातें जो है लिटरली उसका असली अर्थ में ही हमें व्याख्यान करना है, जो में हमें आत्मा में करना है। देखो, ഇപ്പം ഇസ്രായേൽ അവിടെ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ അവരെ ചിലരെ മുദ്ര ചെയ്യുന്നു. അവിടെ തന്നെ അവിടെ ആരെങ്കിലും, എക്സ്ക്യൂസ് മീ, മൈക്ക് ഓൺ ചെയ്യുമ്പോൾ എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു. ഓക്കെ. സോ ഇവിടെ നമ്മൾ കാണുന്നത് ആ വാക്യ 7:4 തന്നെ പറയുന്നു, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേര്. അപ്പോൾ അവിടെ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇത് ഇസ്രായേലി ഗോത്രങ്ങൾ, ഗോത്രങ്ങളിൽ ആ ഗോത്രങ്ങളിലെ 144,000 പേരാണെന്നുള്ളത് റൈറ്റായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. 7वां अध्याय का 4था पद में लिखा है कि जिन पर मोहर दी गई, मैंने उनकी गिनती सुनी, अर्थात इस्राएल के संतानों के बीच के सब गोत्रों में से 1,44,000 पर मोहर दी। वो वचन स्पष्ट रीति से बताता है कि 1,44,000 जिन पर मोहर दी गई है, वे इस्राएल की संतानों के सब गोत्र है। ഓക്കെ. അവിടെ ദാൻ ഒഴികെ ഉള്ള ഗോത്രങ്ങളെയെല്ലാം നമുക്ക് കാണുന്നുണ്ട്. और उसके आगे के कुछ पदों में हम पढ़ते वक्त दान ये गोत्र को सिवाय बाकी सारा 11 गोत्रों को हम वहां देख सकते हैं। അപ്പൊ ഇപ്പൊ ഇനി നമുക്ക് ചിന്തിക്കേണ്ട വേറൊരു കാര്യം, अभी हम ഇസ്രായേലിന്റെ രണ്ട് ഗോത്രങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ബൈബിളിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. इसराइल में 2 गोत्र के विषय में जो है हमें बाइबल में विवरण मिलता है। ആ ആ ബന്ധുവായിൽ, അല്ലെങ്കിൽ നമ്മൾ ദാനിയേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞു, ഇവരുടെ ആ 70 വർഷത്തെ ബാബിലോണിയ ബന്ധനത്തിൽ നിന്ന് ആ രണ്ട് ഗോത്രം തിരികെ വരുവാനിടയായി, ജെറുസലേമിൽ വന്നു. അവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനിടയായി, കാണുവാനിടയായി. പക്ഷേ ബാക്കി 12 ഗോത്രങ്ങൾ, അല്ല സോറി 10 ഗോത്രങ്ങൾ, അതിനെപ്പറ്റി അവരൊക്കെ ചിന്നി എവിടെയൊക്കെയോ ഉണ്ട്. ഓക്കെ. അപ്പൊ അവരെ പറ്റി ഒന്നും നമുക്കറിയുന്നില്ല. പക്ഷെ ദൈവത്തിന് സകലതും അറിയാം. ആര് തൻ്റെ മക്കള് എവിടൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. അപ്പൊ ദൈവം ഇവരെ ആരെയും ഉപേക്ഷിക്കുന്നില്ല. ആ ഇസ്രായേലിലെ ഗോത്രങ്ങളെ എല്ലാവരെയും മുദ്ര ചെയ്ത് ദൈവം ഒരു
പ്രത്യേക ആവശ്യത്തിനായി വേർതിരിക്കുകയാണ്. इसराइल में 70 जो सप्ताह में जो सप्ताह में नहीं, 70 साल, 70 years they were in Babylon. सॉरी जोर्श, यहूदा। यहूदा गोत्र राइट पास्टर ആ देखो, ബാബിലോണിയര് വന്ന് യഹൂദരെ അല്ലെങ്കിൽ ജെറുസലേമിനെ ആക്രമിച്ച് അവരെ ബന്ദികളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുവരുന്നു. അവര് 70 വർഷം ബാബിലോണിന്റെ ബന്ധനത്തിലായിരുന്നു. അവിടുന്ന് കോരശന്റെ സമയത്ത് അവർക്ക് ഒരു 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 സ്വാതന്ത്ര്യം കിട്ടി. അവര് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് വന്ന് തങ്ങളുടെ ആലയം പണിയുന്നു. ആ ആലയം ജെറുസലേമിന്റെ ആ യഹൂദന്മാരുടെ വിഷയങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. യഹൂദ, ബെഞ്ചമിൻ, ഓക്കെ, ആ ഒരു രണ്ട് ഗോത്രം. പക്ഷെ ബാക്കിയുള്ള ഗോത്രങ്ങളെ പറ്റിയുള്ള ആഴമായ വെളിപ്പാടോ വിവരണങ്ങളോ ഒന്നും തന്നെ നമുക്ക് ബൈബിളിൽ കൂടെ പിന്നെ കാണാൻ കഴിയുന്നില്ല. അവരെയും അശൂറിലേക്ക് ബന്ദികളാക്കി കൊണ്ടുപോയായിരുന്നു. അപ്പൊ ഈ ജനം എവിടെയൊക്കെ ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ ഉള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേലിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഗോത്രങ്ങളിലെ എല്ലാവരും എവിടെയൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിനതറിയാം. ദൈവം ആ ഗോത്രങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് 10,000 വെച്ച് മുദ്ര ചെയ്ത് ദൈവത്തിന്റെ പ്രത്യേക ആവശ്യത്തിനായി കാര്യത്തിനായി ഈ സമയത്തിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. പാസ്റ്റർ എല്ലാം ഓർമ്മയില്ല, ഞാൻ പറയാം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്നെ തെറ്റിയെങ്കിൽ करेक्ट ചെയ്യണേ. सो इसराइल में जो दो गोत्र है यहूदा और बेंजामिन, 70 वर्ष तक इसराइल के सारे लोग जो है गुलामी में थे. उसमें से यरूशलेम से जो है लोगों को बंदी बनाकर लेके गए बाबिलोन में. और उसमें से यहूदा और बेंजामिन ये दो गोत्र के लोग जो है गुलामी से वापस आए. बाकी जो 10 गोत्र के लोग है, 12 में से 2 गोत्र जब लौटा, यहूदा और बेंजामिन, बाकी 10 गोत्र सब बिखर गए. वो किधर किधर है ये कोई भी मनुष्य नहीं जानता, लेकिन परमेश्वर से कुछ भी छुपा हुआ नहीं. परमेश्वर जानता है कि कौन किधर है करके, और परमेश्वर इन लोगों को जो है नहीं हाथ नहीं छोड़ता है, उन्हें त्याग नहीं देता है. परमेश्वर वचन कहता है कि उन सभी लोगों के ऊपर, उनके माथे पर जो है परमेश्वर मोहर लगाता है. ओके, मैं थोड़ा सा विवरण आपको ये देना चाहता हूँ, नहीं तो कंफ्यूजन हो जाएगा. सुलेमान के बाद जो इस्राएल जो राज्य 2 भागों में बांटा गया. യഹൂദ എന്ന് പറയുന്ന ഒരു രാജ്യം, അല്ല, യഹൂദ करके एक राज्य, दूसरा इसराइल करके दूसरा राज्य. यहूदा में 2 ही गोत्र था, यहूदा और बेन्यामीन. और इसराइल में 10 गोत्र, बाकी 10 गोत्र इसराइल के साथ था. इसराइल उस समय में देखो, सुलेमान के पुत्र यहोबयाम इसराइल यहूदा में राज्य कर रहा था, और इसराइल में यरोबयाम करके दूसरा राज्य कर रहा था. तो यरोबाम ने क्या किया, सारे इसराइल को पराय देवता की ओर लेके गया. वो लोग मूर्ति पूजा करने लगा, बाल और आशेर की भक्ति और पूजा करने लगे. लेकिन इसराइल जो यहूदा बेन्यामीन जो यहूदा कहते हैं, यहूदा में जेरूशलेम है. जेरूशलेम में परमेश्वर की आराधना और सच्चा परमेश्वर की आराधना होता था. तो ये 2 राज्य है. तो अभी मैं बोलने का मतलब है, ये जो यहूदा और बेन्यामीन लोगों के बारे में आगे हम हमारे पढ़ाई में जो बाइबल में मान पढ़ते हैं, उनके बारे में यीशु मसीह का सेवक, ये सब कुछ उन्हीं के बीच में ज्यादातर था. उनके बारे में ज्यादा हमें पता है. लेकिन इसराइल, ये दोनों राज्य के ऊपर शत्रु राज्य आक्रमण किया था. तो बाबिलोनिय साम्राज्य यहूदा को आक्रमण किया और उन्हें बंदी बनाकर गुलामी में लेके गए. अशूर आकर इसराइल के ऊपर आक्रमण किया, उन्हें भी बंदी बनाकर अशूर में लेके गए. लेकिन बाबुल में लेके गया वाला यहूदा लोगों के बारे में हमें बाइबल की ओर से जानकारी मिलता है, कारण उधर भविष्यवक्ता थे, उधर एसकेल था, दानियल था.
तो वहां बाबिलोन में क्या क्या घटना हो गया, हमें उन्हीं का पुस्तक से पता चला। लेकिन इसराइल जो बंदी बनाकर के गया था, जो 10 गोत्र, उन्हीं के बारे में मालूम ही नहीं। बिकॉज उधर कोई भविष्यवक्ता है ही नहीं था। तो अभी तितर बितर रहने वाले ये जो पूरा इसराइल है, इधर बोल रहा है 12 ये सारे इसराइल की गोत्रों के ऊपर चाप लगाया है। तो मैं बोलने का मतलब यही था, पिता को मालूम है उनके पुत्र कहाँ कहाँ है। तो संसार के सारे जगह में रहने वाला ये इसराइली, एक तरीका पूर्ण इसराइल को बोलेगा तो उन्हीं में से वो किधर भी हो, प्रभु के लिए, प्रभु के कार्य के लिए इस समय में प्रभु उनके ऊपर, उनके माथे के ऊपर मोहर लगाकर प्रभु के कार्य के लिए अलग करने वाला एक समय आने वाला है। तो ഈ മുദ്രകൾ ഏൽപ്പിക്കാനുള്ള കാരണം ഈ മഹാക്ലേശത്തിന്റെ സമയത്ത്, മഹോപദ്രവകാലത്തിന്റെ സമയത്ത് ഇവരിൽ കൂടെ 1,44,000 ആൾക്കാരിൽ കൂടെ ദൈവത്തിന് ഈ ഭൂമിയിൽ വീണ്ടും തൻ്റെ ആ സാൽവേഷന്റെ, അല്ലെങ്കിൽ ആ ഒരു സുവിശേഷ പ്രസംഗം പ്രസംഗിക്കുവാനുണ്ടെന്നുള്ള ഒരു വ്യാഖ്യാനം നിൽക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോകുമ്പോൾ അത് കാണാൻ കഴിയും. വായിച്ചു പറഞ്ഞു. इस अध्याय में 7वां अध्याय के द्वारा परमेश्वर ये बताना चाहते हैं कि महाक्लेश के काल में 1,44,000 जो गोत्र में से परमेश्वर के संतान है, उनके द्वारा परमेश्वर जो है उद्धार का कार्य जो है पृथ्वी में करेंगे। ഒരു സ്കോളർ അതിനെപ്പറ്റി പറഞ്ഞത്, യേശു കർത്താവിന്റെ ശിഷ്യന്മാർ തുടങ്ങി ഇന്നുവരെയുമുള്ള ദൈവദാസന്മാർ പ്രസംഗിച്ച് നേടിയ ആത്മാക്കളെക്കാട്ടിലും കൂടുതൽ ഈ 144,000 ദൈവദാസന്മാർ പ്രസംഗിച്ച് ആത്മാക്കളെ നേടുന്ന ഒരു സമയമായിരിക്കും ഈ പ്രത്യേക സമയം. और एक थियोलॉजिस्ट ने ऐसा बताया है कि परमेश्वर के काल में जो शिष्य लोग थे, यीशु मसीह के शिष्य लोगों से लेके आज तक परमेश्वर का वचन प्रचार करने वाले अभिषिक्तों से भी बढ़कर एक बड़ा समूह जो है, ये 1,44,000 इसराइलियों के गोत्र के संतानों के द्वारा बहुत जन उद्धार पाकर मसीह में आएंगे. ആമൻ, ആമൻ, ആമൻ. ഓക്കെ, ഇനിയും നമ്മള് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ഇതിന്റെ സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഒരു ഒരു എണ്ണിക്കൂടാത്ത ജനസംഖ്യ, ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലകളുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു രക്ഷാപദ്ധതി ആ സമയത്തും ഉണ്ടാകാനുണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ ഇസ്രായേലിൽ നിന്നുള്ള ജനം രക്ഷയിലേക്ക് വരാൻ പോകുന്നു. അതാണ് ഈ ഒരു വിഷയം ഇവിടെ വരാനുള്ള കാരണം. അവരെ മുദ്ര ചെയ്ത് പ്രത്യേകമായി കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ പോലെ सो ये 7वां अध्याय में 1,44,000 लोगों को जो मोहर लगाया है, उनको एक विशेष कार्य के लिए परमेश्वर ने मोहर लगाया है. और वो ये है कि अलग अलग गोत्र में से, अलग अलग जातियों में से, विभिन्न प्रकार की भाषाएं बोलने वालों में से एक बड़ा समूह जो है उद्धार पाना है. वो ये इसराइल के मोहर लगाए लोगों के द्वारा जो है वो लोग उद्धार पाकर
परमेश्वर के पास आएगा। ഒന്നുകൂടെ അതിനെ ക്ലിയർ ആക്കാനായിട്ട് അതിന്റെ 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നു. കണ്ടോ? उसका 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ആ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. അവിടെ ഒരു ദൂതൻ ഒരു സ്വർണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിൽക്കുകയാണ്. अ, 8-ാം അധ്യായത്തിൽ ഇതിന്റെ 7-ാമത്തെ വാക്യമാണ് പാസ്റ്റർ. രണ്ടാമത്തെ 2-3 8-ാം അധ്യായത്തിന്റെ 1, 2, 3. ओके। सो हम देखते हैं कि इस विषय में ज्यादा विवरण जो है 8वां अध्याय का उसका पहला, दूसरा, तीसरा वचन में दिया है कि 7वां मुहर जब खोला, स्वर्ग में आधे घंटे तक सन्नाटा छाया रहा। फिर स्वर्गदूत को देखा जो परमेश्वर के सामने खड़े रहते और उन्हें 7 तुरहियां दी गई। യാ യാ അപ്പൊ അവിടെ കണ്ടോ, ഒരു യാഗപീഠത്തിൽ സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവർക്ക് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിയും മുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. കേട്ടോ? അങ്ങനെ ഒരു ഒരു വിവരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. उसका तीसरा पद में लिखा है कि फिर एक और स्वर्गदूत सोने का धूपान लिए हुए आया और वेदी के निकट खड़ा हुआ और उसको बहुत धूप दिया गया कि सब पवित्र लोगों की प्रार्थनाओं के साथ सोने की उस वेदी पर जो सिंहासन के सामने है चढ़ाए। उस धूप का धुआं पवित्र लोगों की प्रार्थनाओं सहित स्वर्गदूत के हाथ से परमेश्वर के सामने पहुंच गया। കേട്ടോ? അപ്പം ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ അത് ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഭയെ പറ്റിയുള്ള ഒരു അഭിപ്രായവും ഈ വചനങ്ങളിലില്ല. സഭ ഇവിടെ ഇല്ല. പക്ഷെ ഈ വിശുദ്ധന്മാർ ആരാണ്? ഇവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. അപ്പം പറഞ്ഞ പോലെ सो यहाँ पर लिखा है कि पवित्र लोगों की प्रार्थना जो है परमेश्वर के सामने पहुंच गई। अब 8वां अध्याय में यहाँ पर कलीसिया नहीं है, पृथ्वी पर कलीसिया नहीं है। जब पृथ्वी पर कलीसिया नहीं है तो ये पवित्र लोग कौन है? ഇവിടെ കണ്ടോ, ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ആ ദൈവസന്നിധിയിലേക്ക് എന്താ പറയുന്നത്, ആ പ്രാർത്ഥനയെ കൊണ്ടുപോകുന്ന ദൂതൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന പ്രാർത്ഥന, അവിടെ നമ്മളത് ആ വിഷയം അവിടെ കാണുകയാണ്. पवित्र लोगों का जो प्रार्थनाएं है वो स्वर्ग दूत के हाथ के द्वारा जो है परमेश्वर के सामने पहुंच गया। ഇനി 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അവിടെ 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. അഗാധ രൂപത്തിൽ നിന്ന് കയറി വരുന്ന ഒരു തേള്. അപ്പോൾ അത് സകല മനുഷ്യരെയും കുത്താനായിട്ട് വരികയാണ്. പക്ഷെ അവിടെ വായിക്കുന്ന 4-ാമത്തെ വാക്യത്തിൽ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നും യാതൊരു നിമിഷവും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അപ്പം ആ സമയത്ത് മുദ്രയേക്കപ്പെട്ടവര് ഈ ഭൂമിയിലാണ്. ഓക്കെ, അത് സഭയല്ല. പ്രത്യേകമായി ആ സമയത്ത് 144,000 ദേവദാസന്മാരിൽ കൂടെ ശുശ്രൂഷ ദൈവം ചെയ്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാൽവേഷന്റെ ഒരു ട്രംപറ്റാണത്. അപ്പോൾ ഒരു ആഹ്വാനമാണ്. അവിടെ രക്ഷിക്കപ്പെടുന്ന, അവിടെ ഇത് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഓക്കെ, ആ സമയത്തും ദൈവത്തിന്റെ രക്ഷാപദ്ധതി ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ ഈ സമയത്ത് ഈ വചനങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും.
9वां अध्याय का 4-5 पद में हम पढ़ते वक्त देखते हैं कि उनसे कहा गया कि पृथ्वी के घास को, न किसी हरियाली को, किसी पेड़ को हानि पहुंचाए, केवल उन मनुष्यों को हानि पहुंचाए जिनके माथे पर परमेश्वर का मोहर नहीं है। और ये हानि क्या है? बिच्छू का डंग है। तो ये बिच्छू का डंग उन लोगों को छोड़, मतलब 1,44,000 जिनके माथे में मोहर लगाया है परमेश्वर ने कुछ विशेष सेवकाई उस काल में करने के लिए, उनको छोड़ बाकियों को जो है उपद्रव करने के लिए उनके ऊपर का न्याय है। അപ്പോൾ തന്നെ ആ സമയങ്ങളിൽ എതിർ ക്രിസ്തുവിന്റെ ആ അധികാരത്തിൽ അവന്റെ മുദ്രകൾ ഏൽക്കാതെ അവനുമായി വിരുദ്ധമായി നിന്ന് ദൈവവചനത്തെ അനുസരിച്ച് ദൈവം അയച്ച ആ കൃപയെ കണ്ടുകൊണ്ട് സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർ മരണപ്പെടുവാനിടയാകും. അവർ അവർ രക്തസാക്ഷികളാകാൻ ഇടയാകും. അവരെ എതിർ ക്രിസ്തു പീഡിപ്പിക്കും. അപ്പൊ നമ്മൾ 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു മൂപ്പന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. और यहाँ पर विरोधी मसीह का जो उपद्रव को अ, विरोधी മോളെ, मसीह दो। ओके, ये जो आ, मोहर लगाया वाला प्रभु के दासों के जरिए काफी लोग प्रभु को जानेगा. उस समय में विरोधी मसीह अपने मोहर को लोगों के ऊपर लगाने का समय है. जिसके जिसके ऊपर विरोधी मसीह का एंटीक्रिस्ट का मोहर नहीं है, चाप नहीं है, उनको लेन देन नहीं कर सकता है. उन्हें मारा जाएगा, उनके साथ पीड़ा किया जाएगा, उनको दंड विरोधी मसीह देते हैं. उस समय पे वो सब कुछ सहनते हुए मसीह के लिए, वो पाया वाला जो उद्धार के लिए, विश्वास के लिए कड़ा होने वाला समझ लोग मारा जाएगा, वो लोग वध किया जाएगा और वे बड़ी कष्ट से गुजरना पड़ेगा. तो वो उस पीड़ा में आए वाले लोगों के बारे में भी 7 अध्याय का 13 से हम एक പ്രാചീൻ ഉദർ പൂസ്ത ഹെ ക്യാ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കേട്ടോ, അങ്ങനെ ഒരു ആൻസർ അവിടെ കൊടുക്കുകയാണ്. ആ സമയത്ത് കർത്താവിന് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി നിന്ന ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പറയുന്നത്. 7वां अध्याय का 13 पद में एक प्राचीन एक सवाल करते हैं, ये श्वेत वस्त्र पहने हुए कौन है और कहाँ से आए हैं? तो मैंने उसे कहा कि हे स्वामी, तू ही जानता है। उसने मुझसे कहा, ये वे है जो उस महाक्लेश में से निकल कर आए हैं। इन्होंने अपने अपने वस्त्र मेमने के लहू में धोकर श्वेत किए हैं। सो महाक्लेश के समय में परमेश्वर के वचन विश्वास के लिए खड़े हुए लोग और विरोधी मसीह का चिन्ह मोहर को अपने ऊपर जिन्होंने नहीं लिया, और कई लोग जो परमेश्वर के लिए मारे गए, ये उन लोगों के विषय में यहाँ पर बताया ओके, 8 अध्याय को हम तो खोलेगा. 8 अध्याय में 7वीं मोहर, 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയാണ്. അത് 7वां अध्याय में हम जाएंगे तो उसका 8वां अध्याय का 7वां पद में नो 7वां। नो नो, 8वां अध्याय की पहला पद में, 8 अध्याय की प्रारंभ में 7वां मोहर खोल रहा है. അപ്പൊ മോളൊന്ന് ശ്രദ്ധിക്കണേ. യു ആർ ഇൻ ഡിസ്റ്റർബ്, കോൺസെൻട്രേറ്റ്. വേണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, 8-ാം അധ്യായം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനമാണ്. ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന പഠനമാണ്. 7, 8, 9 ഒക്കെ അധ്യായം. 9-ാം അധ്യായം നമുക്ക് വളരെ ക്രിട്ടിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ള അധ്യായം. ഇതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഹിന്ദിക്കാർക്ക്. ഒന്ന്, ഈ 8-ാം അധ്യായത്തില് 7-ാം മുദ്ര പൊട്ടിക്കാൻ പോവുകയാണ്. 8वां अध्याय में പൈല 7 പൈല വചൻ. पहला वचन से 7वां मोहर खोले जाने वाला है. हाँ, तभी खोलने से पहला
उधर एक संभव हो गया स्वर्ग में. उधर क्या लिखा है? അവിടെ എന്തോ കാണുന്നത്, സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. और वो सातवां मोहर खोलने से पहले वहां पर एक घटना हुआ। वचन कहता है कि स्वर्ग में आधे घंटे के लिए सन्नाटा हुआ। അവിടെ ആ, യോഹന്നാൻ നോക്കിയപ്പോഴത്തേക്ക് 7 സ്വർഗദൂതന്മാരുണ്ട്, അവർക്ക് 7 കാഹളങ്ങൾ കൊടുക്കുകയാണ്. यूहन्ना देख रहा है कि 7 स्वर्गदूत है जिनके पास जो है 7 तुरहियां दी गई है। ഈ മുദ്ര പൊട്ടിച്ചപ്പോൾ താൻ കാണുന്നത് 7 ദൂതന്മാരെയാണ്. അവർക്ക് 7 കാഹളങ്ങൾ കൊടുക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ അരമണിക്കൂറോളം സൈലന്റ് ആയി, നിശബ്ദതയുണ്ടായി. यूहन्ना देख रहा है कि जो 7वां मोहर खोलते वक्त 7 स्वर्गदूत को 7 तुरहियां दी गई, लेकिन इसके पश्चात क्या है, आधे घंटे के लिए स्वर्ग में शांतता निशब्दता हुआ। എന്താ ഈ നിശബ്ദതയ്ക്ക് കാരണം? സ്വർഗത്തെ പോലും മൗനത വരുത്താനുള്ള കാരണം എന്തായിരിക്കാം? और स्वर्ग में सन्नाटा होने का वजह क्या हो सकता है? ഈ മുദ്ര അവസാനത്തെ പൊട്ടിച്ചപ്പോൾ സംഭവിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കാര്യം കാഹളങ്ങളാണ്. 7 കാഹളങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ കാഹളം ഊതണം. ഇതിന്റെ ഇടയിൽ സ്വർഗത്തിൽ അരമണിക്കൂർ ഒരു നിശബ്ദത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് അവന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ. और ये 7वां मोहर खोलने के बाद 7 तुरहिया 7 स्वर्गदूत को दिया गया। और उसके बाद यहाँ पर स्वर्ग पर जो है सन्नाटा क्यों हुआ है, उस आगे वचन पढ़ने पर, आगे के पदों में पढ़ने पर हमें उसका विवरण मिलता है। ഇവിടെ ഒരു വലിയ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ഒരു പ്രാർത്ഥന. यहाँ पर हम जो है पवित्र लोगों की प्रार्थनाओं को देखते हैं। അറിവാക്കി ഒരു 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 വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ ദൈവം കാണുകയാണ്. परमेश्वर पवित्र लोगों की प्रार्थनाओं को देख रहे हैं। നിങ്ങൾ ശ്രദ്ധിച്ചോണം, 7 വർഷത്തിന്റെ അകത്ത് നടക്കുന്ന സംഗതിയാണ് ഈ 3 ന്യായവിധികൾ. ध्यान देना, 7 साल में होने वाला है ये 3 न्याय। വന്നിട്ട് മുദ്രകളുടെ ന്യായവിധിയും ട്രംപറ്റിന്റെ കാഹളങ്ങളുടെ ന്യായവിധിയും ക്രോധകലശത്തിന്റെ ന്യായവിധി 7 വർഷത്തിന്റെ അകത്ത് നടക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഒരു നിശബ്ദത അവിടെ വരുന്നത്. और ये 7 साल में होने वाली घटना है, मोहरे खोलना, तुरहिया फूकना और क्रोध का 7 कटोरा उंडेलना। उसके बीच में हम देखते हैं कि स्वर्ग में सन्नाटा हुआ। എപ്പോഴും ചിന്തിച്ചോണം, ഇത് ഒരൊറ്റ അടിക്ക് നടക്കുന്ന സംഗതിയല്ല ഈ മുദ്രകളെല്ലാം പൊട്ടിക്കുന്നത്. മുദ്രം നിങ്ങൾ ചിന്തിക്കേണ്ടത് മുദ്രയെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് കാളമൂത്. അതങ്ങനെയല്ല. ഇത് 7 വർഷത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അത് ആദ്യം മനസ്സിൽ വെക്കണം. हमें ये ध्यान देना है कि ये जितने भी घटनाएं बताया, मोहर खोलना, तुरहिया, क्रोध का कटोरा, ये सब एक के बाद एक होने वाला बात नहीं है। ये घटनाएं सारे 7 वर्ष के बीच പല में പല സീരിയസ് ആയിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. और सीरियसली गंभीरता से ये जो है घट रही है। ഇത് 7 വർഷങ്ങളിലാണ് ഈ സംഭവങ്ങൾ ഓരോന്നും നടക്കുന്നത്. ഇതിങ്ങനെ മുദ്രകൾ പൊട്ടിച്ചു, അത് കഴിഞ്ഞ് അങ്ങനെയല്ല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെല്ലാം ഓരോ സീരീസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. 7 വർഷത്തിൽ നടക്കുന്ന സംഗതികളാണ് ഇതെല്ലാം. നമ്മൾ ഈ ന്യായവിധി, ഈ മഹാപീഡന കാലമാണ്, എ ഗ്രേറ്റ് ട്രിബുലൂഷന്റെ സമയമാണ്. ഇത് കഴിഞ്ഞൊന്നും കാണുന്നില്ല. അതിനു മുന്നേ നമ്മൾ കാണുന്നില്ല. ഇത് നടക്കുന്നത് ഈ 7 വർഷത്തിന്റെ അകത്താണ്. और ये जो भी घटनाएं हैं एक सीरीज के समान 7 वर्ष में घटती है। और ये हम महाक्लेश के पहले और ना उसके बाद देखने वाली घटनाएं हैं। അപ്പൊ ഇവിടെ സഭ ഇല്ലെന്നുള്ള കാര്യം ചിന്തിച്ചോ. और ये भी ध्यान में रखना कि कलीसिया पृथ्वी पर उस वक्त नहीं है। അപ്പോൾ മുദ്രയേക്കപ്പെട്ട 1,44,000 പേര് ഉണ്ട്. അവരിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. അവർ സഭാഗണത്തിൽ വരുന്നുമില്ല. ഓക്കെ, അപ്പോൾ അവരുണ്ട് ഇവിടെ. നമ്മൾ അപ്പോഴാണ് ഈ 8-ാം അധ്യായം തുറക്കുന്നതുകൊണ്ട് 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 7 മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു അരമണിക്കൂർ നിശബ്ദതയുണ്ടായി.
और ये 7 साल में घटने वाली ये सारी जो घटनाएं हैं उसमें हम 1,44,000 जो लोग देखते हैं वो कलीसिया के झुंड में आने वाले लोग नहीं है। और 8वां अध्याय का पहला में 7वां मोहर खोलने के बाद उसके पहले जो है अ, नहीं, सात मुद्ര പൊട്ടിക്കുമ്പോൾ, सात मोहर പൊട്ടിച്ചപ്പോൾ, सातवीं मोहर जब खुली तब स्वर्ग में निशब्दता हुई। ആ ഓർ കാമോഷവ്യ. तो अभी ഇതെന്തുവാന്നറിയാമോ? രണ്ട് കാര്യങ്ങളെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോവാ. ഇവിടെ 7 സ്വർഗ ദൂതന്മാരുടെ കയ്യിൽ 7 കാഹളങ്ങൾ പിടിച്ചിരിക്കുക. ദേ ആർ ഹോൾഡിംഗ് 7 trumpets. अभी ध्यान दें, 7 स्वर्ग दूत यहाँ पर जो परमेश्वर के सामने खड़े हैं उनके पास 7 तुरहियां दी गई है। ഈ കാഹളങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇവിടെ സൈലന്റ് ആയി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. ഈ കാഹളങ്ങൾ എന്തിനാ കാണിക്കുന്നത്? और स्वर्ग में सन्नाटा क्यों हो गया, इस विषय में हम देख रहे हैं। और सबसे पहले हम ये ध्यान देंगे कि तुरही क्या दर्शाता है, उससे क्या होता है। ബൈബിളിന്റെ അകത്ത് ഒരുപാട് കാഹളങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. बाइबल में, पवित्र शास्त्र में तुरहियों के विषय में बताया गया है। എല്ലാവരും ചിന്തിച്ചോണം, 7 പൂർണ്ണസംഖ്യയാണ്. 7 പൂർണ്ണസംഖ്യയാണ്. അതുകൊണ്ട് 7 എന്നുള്ള സംഖ്യ പല പ്രാവശ്യം ആവർത്തി ഈ വെളിപ്പാട് പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. और सब लोग ये बात ध्यान में रखे, 7 ये जो अंक है पूर्णता को दर्शाता है। और 7 ये जो है कई बार प्रकाशित वाक्य में उपयोग किया है। ഒന്ന്, കാഹളം എപ്പോഴും പഴയ നിയമകാലത്തോ അല്ലെങ്കിൽ ഏൻഷ്യന്റ് സമയങ്ങളില് കാഹളം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് യുദ്ധത്തിന്റെ അറിവ് കൊടുക്കുവാൻ, യുദ്ധത്തിന് വേണ്ടി തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു അറിവ് കൊടുക്കാനായിട്ട് കാഹളം ഊതുവായി. पुराने जमाने में जब युद्ध में जाने से पहले तुरहियां फूकी जाती थी, ये बताने के लिए एक युद्ध के लिए तैयार होना है या फिर एक युद्ध सामने है। ആമേൻ. അപ്പൊ കാഹളങ്ങൾ ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. എന്തോ ഒരു യുദ്ധത്തിന്റെ അറിയിപ്പ്, പടയുടെ അറിയിപ്പ്, പട തുടങ്ങാൻ പോകുന്നു ഉള്ള ഒരു അറിയിപ്പ്. पढ़ा എന്ന് പറഞ്ഞ പഠന യുദ്ധം, യുദ്ധം, യുദ്ധം. युद्ध है करके ये इस बात को दर्शाता है, बताता है तुरही। ഓക്കെ. ഇവിടെ നമ്മുടെ യോബിന്റെ പുസ്തകത്തിന്റെ അകത്ത് കാഹളം ധ്വനിക്കുമ്പോഴത്തേക്ക് കുതിരകൾ, പടയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന കുതിരകൾ അങ്ങനെ ഘർജിക്കുകയാണ്, പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ആ കാഹളം ധ്വനിക്കും തോറും അവർ ഉപ്പോട് കുതിക്കുകയാണ്. യുദ്ധം ചെയ്യുവാനുള്ള ഒരു വലിയൊരു പ്രോത്സാഹനമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിന്റെ ഘോഷണമാണ് ഈ കാഹളത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. युद्ध का घोषणा जो है तुरही देता है। और आयub का पुस्तक में हम देखते हैं कि जैसे युद्ध का घोषणा देते हैं, घोड़ा जो है बड़े जोश के साथ जो है तैयार होता है। അതെ, പിന്നെ അയ്യൂബിന്റെ പുസ്തകത്തിന്റെ അകത്തെ വിഷയം ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, അപ്പോൾ അതിനു മുമ്പേ ഒരു ഒരു നിശബ്ദത കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയൊരു സംഭവം, വലിയൊരു യുദ്ധം തയ്യാറാകുകയാണ്, യുദ്ധം നടക്കാൻ പോവുകയാണെന്നുള്ള ഒരു വലിയൊരു ഘോഷണം. രണ്ടാമത്തെ ഒരു വിഷയം, അരമണിക്കൂർ സ്വർഗത്തിൽ സൈലന്റ് ആകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് താഴോട്ട് നമ്മൾ വായിക്കുന്നത് വിശുദ്ധന്മാരുടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. പ്രാർത്ഥന. सबसे पहले हम देखते हैं कि तुरही जो है युद्ध की जानकारी देता है। दूसरा, उसके आगे के पद पढ़ने के वक्त हमें ये जानकारी मिलता है कि पवित्र पवित्र लोगों का प्रार्थनाएं चल रहा है। അതെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോകുക സ്വർഗത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. അപ്പം പ്രാർത്ഥനയുടെ വലിയൊരു ഇമ്പോർട്ടന്റ് അവിടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. പല ദേവദാസന്മാർ ഈ ഒരു വചനങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥനയുടെ മഹത്വത്തെ വർണ്ണിക്കാറുണ്ട്.
और कई परमेश्वर के अभिषेक दास ये वचन को जो सिखाते वक्त प्रार्थना कितना महत्वपूर्ण है करके अपने भाषणों में दर्शाते बताते हैं। അവിടെ അവിടെ കണ്ടോ, ഒരു സ്വർഗ ധൂപ കലശവുമായി വരികയാണ് ഒരു ദൂതൻ. हम देखते हैं वहां पर एक स्वर्गदूत सोने का धूप दान लिए हुए आता है। അപ്പോൾ ആ സിംഹാസനത്തിന് മുകളിലുള്ള സ്വർണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് അവർക്ക് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗം. और वहां पर लिखा है कि वेदी के निकट खड़ा हुआ और पवित्र लोगों की प्रार्थनाएं जो है स्वर्गदूत के हाथ से परमेश्वर के सामने ആ, पहुंचा। അപ്പൊ ഈ ധൂപവർഗം ധൂപം ഇതെല്ലാം പ്രാർത്ഥനയോടുള്ള കണക്ഷൻസ് ആണ്. धूप की धुआं या धूप पान ये सब प्रार्थना को दर्शाता है। ഇവിടെ കണ്ടോ, പ്രാർത്ഥന കൊണ്ടുപോകുന്ന ഒരു ധൂപ കലശം, സ്വർണ്ണ ധൂപ കലശത്തിന്റെ അകത്തുള്ള കലശത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. और ये प्रार्थना जो है सोने का धूप पान लिए हुए स्वर्गदूत जा रहा है। അപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ പലപ്പോഴും പല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഇത് ദൈവസന്നിധിയിൽ എത്തുന്നതിനുള്ള പല മാർഗങ്ങളുമുണ്ട്. और हम जब प्रार्थना करते हैं तो ये बताना चाहता हूँ कि वो प्रार्थना परमेश्वर के पास पहुंचने का एक मार्ग है। ഒരു സ്വർഗദൂതനാണ് ഈ പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. मतलब ये है कि एक स्वर्गदूत जो है प्रार्थनाओं को परमेश्वर के सामने पहुंचाता है। അതിൻ്റെ അകത്ത് ആ പ്രാർത്ഥന കൊണ്ടുപോകുന്ന വസ്തു കണ്ടോ, ഒരു സ്വർണ്ണ എന്തുവാ, ഒരു ധൂപ കലശമാണ് ഇത് ഈ പ്രാർത്ഥനയെ കൊണ്ടുപോകുന്നത്. और वहां पर ध्यान दे कि स्वर्गदूत जो है प्रार्थनाएं किसमें ले जा रहा है, एक सोने का धूप दान में। സ്വർണം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. और स्वर्ण जो है उसका मूल्य कई अधिक है। അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന ഭയങ്കര വലിയതാണ്, വിലയുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിന്റെ സിംഹാസനം പോലും ആ പ്രാർത്ഥനയ്ക്കായി കാതോർക്കുകയാണ്. और कहने का मतलब ये है कि प्रार्थना को मूल्य है, प्रार्थना महत्वपूर्ण है, स्वर्ग का सिंहासन उसे उस समान देखता है। പ്രാർത്ഥന ഇവിടെ സ്വർഗത്തിൽ നിന്ന് ചിലരാണെങ്കിൽ അങ്ങ് അലറി കൂവി, ദൈവമേ, അലച്ചു കൂവിയാലേ സ്വർഗത്തിൽ കേൾക്കത്തുള്ളൂ. ഇതൊന്നുമല്ല. പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരു ധൂപവർഗമായി എത്തുന്ന, അത് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ, അല്ലെങ്കിൽ ആ ദൈവം നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ നിറഞ്ഞ മനസ്സോടെ, ആ വിശുദ്ധിയോടെ, ദൈവഹിതപ്രകാരം നാം കഴിക്കുന്ന സകല ഉഭയയാചനകളും പ്രാർത്ഥനകളും ആ നന്ദിയും ദൈവസന്നദ്ധിയിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പാടും ഇതിൻ്റെ അകത്ത് തരുന്നുണ്ട്. അതിന് കിടന്ന് അലച്ചു കൂവേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ദൈവം നമ്മുടെ ചെറിയ നെടുവീർപ്പ് പോലും കേൾക്കുന്ന ദൈവമാണ്. അതിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് തരുന്ന ദൈവമാണ്. എല്ലാ കോലാഹലങ്ങളുടെ ഇടയിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്കായി ദൈവം എപ്പോഴും തൻ്റെ കാതുകൾ ഒരുക്കുന്നു. അവിടെ ഒരു സൈലൻസ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. ആ ഇമ്പോർട്ടൻസിനെ, ആ വലുപ്പത്തെ, വിലയേറിയതിനെ കാണിക്കാനാണ് അവിടുള്ള സിംബൽസും കാര്യങ്ങളും അവിടെ അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. और यहाँ पर इस वचन के द्वारा परमेश्वर एक और प्रकटीकरण हमें ये देते हैं कि प्रार्थना जो है स्वर्ग तक पहुंचने के लिए चिल्लाने की जरूरत नहीं। एक छोटा सा प्रार्थना हम किए तो भी हमारे दिल की अंदर से, भीतर से और
पूर्ण मन से पवित्रताई से परमेश्वर के हित के अनुसार हम जो कुछ भी याचनाएं, प्रार्थनाएं, आंसुएं, धन्यवाद जो है परमेश्वर के सम्मुख देते, भले वो छोटे शब्द में क्यों ना हो, छोटी आवाज में क्यों ना हो, वो परमेश्वर के सिंहासन तक पहुंचता है और उसे एक बड़ा मूल्य है, महत्वपूर्ण है करके इसका प्रकटीकरण इस वचन के द्वारा हमें मिलता है, क्योंकि स्वर्ग में सन्नाटा हुआ। ആ സ്വർണ്ണ കലശത്തിലേക്ക് ധൂപവർഗം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥനയുടെ ധൂപം ഉയരുകയാണ്. ഇൻസെൻസ് ബേണിംഗ് വിത്ത് അൻ അരോമ. ഒരു പ്രാർത്ഥന സൗരഭ്യവാസനയായി മാറുകയാണ്. അതാണ് ദൈവം സ്വീകരിക്കുന്നത്. स्वर्गदूत के हाथ में जो सोने का धूप पान है, उसमें धुआं समेत, धुएं के साथ पवित्र लोगों की प्रार्थनाएं जो है सुगंधित वस्तु के समान परमेश्वर के सम्मुख पहुंच गया। ആ ഇനിയും നാം ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ കാണും. അവിടെ ഈ മുദ്ര പൊട്ടിക്കുമ്പോഴത്തേക്ക് ട്രംപറ്റ്, 7 ട്രംപറ്റ് പിടിച്ചുകൊണ്ട് ദൂതന്മാരേക്ക് അതിന്റെ ഒരു വെളിപ്പാട് ഇതാണ്: ഗെറ്റ് റെഡി ഫോർ വാർ. 7 स्वर्गदूत जो 7 तुरहिया पकड़कर खड़े हैं, उसका प्रकटीकरण ये है कि युद्ध के लिए तैयार हो जाओ। അവൻ ഓരോ മുദ്രകൾ, സോറി, കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങൾ 7 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വായിക്കുന്നു. 7 മുതലുള്ള വാക്യം, 8-7 മുതൽ. और 7 तुरहिया फूकने के बाद क्या क्या घटनाएं होती है, वो हम 7 से कुछ पदों में हम पढ़ेंगे. നമ്മൾ ഓരോന്നരായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. और एक एक हम उसके विषय में अध्ययन करेंगे. ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ, ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ पहले जब फूका, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് പോയി. ഭൂമിയിലെ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിലെ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. हम देखते हैं कि पहला स्वर्गदूत ने जब तुरही फूकी, लहू से मिले हुए ओले और आग उत्पन्न हुआ, पृथ्वी पर डाली गई और पृथ्वी की 1/3 जल गई और पेड़ों की 1/3 जल गई और सब हरी घास भी जल गई. നമ്മൾ സസ്യലോകത്തിനെ നശിപ്പിക്കുകയാണ്. സസ്യലോകത്ത് സസ്യം എന്ന് പറഞ്ഞ മീനാണോ? ഹരിയാലി, എല്ലാ വൃക്ഷങ്ങൾ, എല്ലാ എന്താ പറയുന്നത്, സസ്യങ്ങളെ എല്ലാം നശിപ്പിച്ചു കളയാ, കത്തിപ്പോയി, കരിഞ്ഞുപോയി, എല്ലാം വെന്തുപോയി. और हम देखते हैं कि पृथ्वी की हरी भरी जो पेड़ है और हरी घास है, वो सारे जो 1/3 जल गई. അതെ, വളരെ എന്താ പറയുന്നത്, വരൾച്ചയുടെ ഒരു കാലം വരാൻ പോകുന്നു. സസ്യലോകങ്ങളെ മുഴുവൻ വെന്ത് ചുട്ടുകളയുന്ന ഒരു സമയം ആദ്യത്തെ കാഹളം ധ്വനിക്കുമ്പോൾ ഉണ്ടാകുകയാണ്. पहला तुरही फूकते वक्त ऐसा नष्ट होने वाला है कि पृथ्वी की 1/3 पेड़ और हरी भरी जो भी चीज है सब नष्ट हो जाएगा, जल जाएगा. ഒന്ന് ചിന്തിച്ചോണം. ദൈവം പലപ്പോഴും ദൈവത്തിന്റെ ഈ ന്യായവിധികളെ പറയുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ചിലത് പഠിപ്പിക്കാൻ, ദൈവം ആരെന്നുള്ളത് പഠിപ്പിക്കാൻ, മനുഷ്യന്റെ പാപം മൂലം ശപിക്കപ്പെട്ട ഭൂമിയെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. और जब भी पृथ्वी पर होता है परमेश्वर को सिखाने के लिए, मनुष्य के पाप के कारण परमेश्वर ने पृथ्वी को शापित किया था. ആമേൻ. നിങ്ങൾക്കറിയാമോ, മിസ്രൈമിനെ, ഫറവോനെയും മിസ്രൈം ജനത്തെയും ദൈവം പഠിപ്പിക്കുവാനിടയായി ദൈവം ആരെന്ന്. हम देखते हैं कि मिस्री में फरो राजा और मिस्र देश के सभी लोगों को परमेश्वर ने जो है वहां पर न्याय भेज कर जो है वहां के लोगों को, राजा को ये दर्शाया, ये बताया कि परमेश्वर कौन है. ആമേൻ. ഇവിടെ സുവിശേഷം ഇന്ന് പ്രചരിക്കുന്നു. ഫ്രീ ആയിട്ട് രക്ഷ സകലരിലേക്കും ദൈവം പകരുന്നു. പക്ഷേ എന്നിട്ടും
ദൈവവചനം അനുസരിക്കാതെ സത്യദൈവത്തെ ത്യജിച്ച് ദൈവദാസന്മാർക്ക് വിരുദ്ധമായി ഭൂമി വഷളത്തം കൊണ്ട് നിറഞ്ഞ് പാപത്തിന്റെ മലിനതയാൽ മോഹങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ചിന്തിച്ചോണം. അവരുടെ അവരുടെ പാപം മൂലം, അവരുടെ അകൃത്യം മൂലം സസ്യജലാദികൾക്ക് പോലും ശാപമേറ്റിരിക്കുകയാണ്. ഭക്ഷ്യ വസ്തുക്കൾ പോലും ശപിക്കപ്പെട്ടിരിക്കുകയാണ്. കലർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന സകല സാമഗ്രികളുടെ മേലും സാധനങ്ങളുടെ മേലും എന്തുവാ ആ പാപത്തിന്റെ കറ, അശുദ്ധിയുടെ ആ കറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്യുന്ന ആദ്യത്തെ കാഹളം ഊതുമ്പോൾ നടക്കുന്നത് സസ്യ ലോകത്തെ മുഴുവനെ ചുട്ടുകളയുകയാണ്, വെന്തുപോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. हम देखते हैं कि परमेश्वर ने जो है उद्धार को मुफ्त करके दिया था मनुष्य के लिए, लेकिन फिर भी मनुष्य जो है परमेश्वर को अंगीकार न करते हुए, परमेश्वर की आज्ञा का उल्लंघन करते हुए, परमेश्वर के दासों के विरोध, परमेश्वर के वचन के विरोध पाप करने वाले, मोह में शारीरिक रूप से जीने वाले सारे पृथ्वी के लोग, और न केवल पृथ्वी के लोग बल्कि वो पाप के द्वारा साधन या फिर वस्तु जो है, सामान, उसमें भी परमेश्वर का शाप हो गया। और पहला तुरही फूकते वक्त सामान जिसमें पाप का दाग हुआ है, वो सारे पृथ्वी के पेड़ और हरी भरी चीजें, वस्तुएं जो है आग और ओले से जो है नष्ट हो गई, जल गई। ആമേൻ. ദാരിദ്ര്യം എന്താണെന്ന് ജനത്തെ പഠിപ്പിക്കും. ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനത്തെ പഠിപ്പിക്കാനായിട്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. और ഹരി दरिद्र ഹരീഫരെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠിപ്പീര് ഇവർക്ക് കൊടുക്കും. അന്ന് അന്ന് അവരുടെ കണ്ണുകൾ തുറക്കേണ്ടതായിട്ടിരിക്കുന്നു. और दरिद्रता क्या होता है, हरी भरी होना क्या है करके परमेश्वर जो है पृथ्वी के लोगों को सिखाएंगे, और ഇസ് उस वक्त उनका जो बंद आंख है वो खुल जाएगी। മിസ്രൈം ജനത്തിന്റെ ഇടയിൽ ദൈവം 10 പീഡകൾ അയക്കുമ്പോഴത്തേക്ക് ഈ പീഡകൾ ഒന്നിനുമേ കരകളിലും മത്സ്യങ്ങളുടെ വെള്ളത്തിന്മേലും ഭക്ഷ്യസാധനങ്ങളുടെ മേലും മൃഗത്തിന്മേലും മനുഷ്യരുടെ മേലും അയച്ചതുപോലെ തന്നെയാണ് ഇവിടെ കാണാൻ പോകുന്ന ഓരോ കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്നത്. और 10 विपत्तियां जो परमेश्वर ने मिस्र देश के लोगों के बीच में दिया था, जहां पर पानी, जानवर और मनुष्य के बीच में जिस प्रकार की विपत्तियां हुई, उसी समान उस काल में भी पृथ्वी पर होगा। ഓക്കെ, ഒന്നാമത്തെ ദൂതന് ഊതുമ്പോൾ സസ്യലോകം മുഴുവൻ ബന്ധുണ്ട്. രണ്ടാമത്തെ ദൂതന് ഊതുമ്പോൾ സംഭവിക്കുന്നത് സമുദ്രത്തിന്മേലാണ്. സമുദ്രത്തിന്മേല് നടക്കുന്ന സംഗതിയാണ്. सबसे पहला तुरही जब फूकता है स्वर्गदूत, उस वक्त पृथ्वी की 1/3 पेड़ और हरी भरी जो है ओले और आग में जल गई। लेकिन दूसरा स्वर्गदूत जब दूसरी तुरही फूकता है, उस वक्त जो है समुद्र में कुछ हलचल होता है। സമുദ്രത്തിലേക്ക് എറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്നിന് രക്തമായി തീർന്നു. ഓക്കെ, പിന്നെ സമുദ്രത്തിൽ പ്രാണുള്ള സകല സൃഷ്ടികളിലും 1/3 ചത്തുപോയി. കപ്പലിൽ 1/3 ഛേദം വന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. और दूसरा स्वर्गदूत ने जब तुरही फूकी तो समुद्र में एक बड़ा पहाड़ समुद्र में डाला गया, और हम देखते कि एक समुद्र जो है 1/3 लहू हो गया, और समुद्र की 1/3 प्राणी मर गए, 1/3 जहाज नष्ट हो गए। इस विषय में हम ध्यान देंगे। സമുദ്രത്തിന്മേല് ഈ പ്രകോപം വന്നപ്പോൾ, ഈ കാഹളം ഊതിയപ്പോൾ സമുദ്രത്തിന്മേലാണ് ഈ ന്യായവിധി. അപ്പോൾ ബിസിനസ് മേഖലയെ മുഴുവൻ വ്യാപിക്കാൻ പോകും. കപ്പലുകൾ ഛേദിക്കപ്പെടും. 1/1 കപ്പലുകൾ അവിടെ ഛേദം വരുന്നു. ഇപ്പോൾ മർച്ചന്റ് എങ്ങനെയാ നടക്കുന്നത്? കപ്പലുകൾ കോടിക്കണക്കിന് ബിസിനസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ബിസിനസ് മേഖലയുടെ ഏറ്റവും എന്താ പറയുന്നത്, വളരെ എന്താ പറയുന്നത്, ആ ബിസിനസ് മേഖല കപ്പൽ മാർഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിസിനസിന്റെ മേൽ
അഹങ്കാരം കയറിയ മഹദിയ ബാബിലോണിന്റെ ആ 17-18 അധ്യായത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കൂടെ അതിനെ ഒന്നുകൂടെ ചിന്തിക്കും. ഇവിടെ കണ്ടോ ആ ബിസിനസ് മേഖല. അപ്പോൾ തന്നെ ലക്ഷൂറിയസ് കപ്പലുകളുണ്ട്, ലക്ഷൂറിയസ് ക്രൂസ് ഉള്ള കപ്പലുകളുണ്ട്. അവിടെ 30 ദിവസത്തേക്ക്, 1 മാസത്തേക്ക്, 2 മാസത്തേക്കൊക്കെ ഹർ പ്രകാർക്ക് എല്ലാവിധ മ്ലച്ചതകളുമുള്ള ലക്ഷൂറിയസ് ഷിപ്പുകളുണ്ട്. അപ്പൊ കടലിന്മേലെ ദൈവം അങ്ങനെ ഒരു ന്യായവിധി അയക്കുകയാണ്. അവളുള്ള ഫിഷുകൾ നശിക്കുന്നു. അപ്പോൾ തന്നെ ആ ബിസിനസ് സ്റ്റോപ്പ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് മർച്ചന്റിന്റെ എല്ലാ എന്തുവാ കപ്പലുകളും, ലക്ഷൂറിയസ് കപ്പലുകൾക്കും ഛേദം വരികയാണ്. ആ മേഖലകളിൽ ന്യായവിധി ഉണ്ടാകും. और हम देखते हैं कि दूसरा तुरही जब फूकता है समुद्र में जो है बहुत नुकसान होता है। न केवल 1/3 प्राणी मर जाते, हम देखते हैं कि 1/3 जहाज जहाज दिखाता है कि समुद्र में जो है व्यापार होता है और सौदा जो भी होता है एक जगह से दूसरे जगह तक, जो भी सामान जाता है, माल भेजा जाता है, उस सब पर एक बड़ा नुकसान होएगा। बड़े बड़े क्रूज जो होते हैं जहां पर ലക്ഷൂറിയസ് ഷിപ്പ്. लग्जरी शिप्स वगैरह होता है, जहां पर आयाशी चलता है, वो सब जो है नष्ट हो जाएगा। बड़ा नुकसान होगा व्यापार में। വ്യാപാര മേഖല में होने वाला नुकसान और पीड़ा. അപ്പൊ ഈ മൂന്നാമത്തെ ഉദ്ബോധനം ഊതിയപ്പോൾ നടക്കുന്നത് ശുദ്ധജല തടാകങ്ങളുടെ മേലാണ് ന്യായവിധി വരുന്നത്. तीसरा स्वर्गदूत जब तुरही फूकता है तो ताजा जो पानी है, जल जो है उस पे न्याय होता है। എന്റെ ദൈവമേ, കുടിവെള്ളമില്ലെന്നുണ്ടെങ്കിൽ എന്തോ പറ്റും? കുടിവെള്ളമില്ലെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? കാഞ്ഞിരം പോലെ കഴിക്കുക, വായിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. അടുത്ത് കൊണ്ടുപോഴുമ്പോഴത്തേക്കേ കാഞ്ഞിരം പോലുള്ള കഴിക്കും. सो ये सोचो कि अगर पीने का पानी नहीं मिला तो स्थिति क्या होगा। मुंह में पानी रख नहीं सकते, वैसा कड़वापन होगा। पास लेके आएगा तो ही वो हम जो है कड़वापन को महसूस कर पाएंगे। ശുദ്ധജലം മലിനപ്പെടുവാനിടയായി. അത് കാഞ്ഞിരം പോലെ കഴിച്ചു. വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കുടിച്ചവർ മരിച്ചു പോവുകയും ചെയ്യും. ആ ഗതിയാണ്. शुद्ध जल की कमी मतलब शुद्ध जल कहीं पर भी नहीं मिलेगा और वो पानी वगैरह जो है मैला हो गया, कड़वापन है। उस कड़वे पानी को जिनने भी सेवन किया पिया है उनका मृत्यु हो गया। 12ാമത്തെ വിഷയമാണ് നമ്മൾ ഈ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്നായി ട്രംപറ്റ് മുദ്രകളൊക്കെ ആയിട്ട് 12ാമത്തെ ഇവിടെ കുടിവെള്ളം ഇല്ല, കാഞ്ഞിരം പോലെ കഴിച്ച് അവിടെ ഇപ്പോൾ കുറെ ആൾക്കാർ മരിക്കുന്നു. 4ാമത്തെ ട്രംപറ്റ് അല്ലെങ്കിൽ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്, വിഷയമാണ്, ന്യായവിധിയാണ്. और चौथा स्वर्गदूत जब तुरही फूकता है सूर्य और चांद तारोगण में जो कुछ भी आपत्ति आती है उस विषय में विवरण है। അയ്യോ, ഈ സോളാർ സിസ്റ്റം മുഴുവൻ ഡാമേജ് ആവും. സിസ്റ്റം മുഴുവൻ बिगड़ जाएगा. सोलर सिस्टम जो भी है वो पूरी तरह बिगड़ जाएगा। സൂര്യൻ അതിനൊരു ഡ്യൂട്ടി ഉണ്ട്, ചന്ദ്രൻ ഒരു ഡ്യൂട്ടി ഉണ്ട്, ഈ താരാഗൺ നക്ഷത്രങ്ങൾക്കും ഡ്യൂട്ടി ഉണ്ട്. ഇവരുടെ ആ ഭ്രമണം, അവരുടെ ഡ്യൂട്ടി മുഴുവൻ ഡാമേജിലാകുകയാണ്. സോളാർ സിസ്റ്റം മുഴുവൻ बिगड़ और सोलर सिस्टम जो है जहां पर सूर्य उसका एक काम है, चांद जो है वो एक अपना काम करता है, तारे गणों का भी इस पृथ्वी में अपना काम है। पर जब ये पूरा बिगड़ जाएगा कोई भी अपना काम ठीक तरह से कर नहीं पाएगा। ഇവിടെ ഇവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി, രാവും പകലും മൂന്നിലൊന്നും വെളിച്ചമില്ലാതായി. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഒരു സിസ്റ്റം മുഴുവൻ എന്താ പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആണ്. ഒരാള് രാത്രി കിടന്നുറങ്ങും, രാത്രി കിടന്നുറങ്ങുക എന്ന് ചിന്തിക്കുക. പുള്ളിക്കാരൻ രാവിലെ എണ്ണിക്കുക, പക്ഷെ രാവിലെ ആകുന്നില്ല, രാത്രി. ചില സ്ഥലത്ത് പകല പക്ഷെ 6 മണി 7 മണി 8 മണി 9 മണി കഴിഞ്ഞിട്ടും PM ആയിട്ട് എന്തോ ആകുന്നില്ല, രാത്രിയാണ്. അവ ഈ പൂര സിസ്റ്റമേ അങ്ങ് മുഴുവനെ അങ്ങ് വികടായി. ആൾക്കാർ പേടിക്കുക, ഭയപ്പെടുകയാണ്. ഭീതിയും ഭയവും നിറഞ്ഞ ഒരു അനുഭവം. ആ ക്ലൈമറ്റ് മുഴുവൻ ചേഞ്ച് ആകുകയാണ്. അപ്പോൾ
ഉണ്ടാകുന്ന സംഗതി കൊണ്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഉണ്ടാകുന്ന ബാധ. और हम देखते हैं कि सोलर सिस्टम पूरा बिगड़ जाता है और उनके बिगड़ने के कारण एक व्यक्ति समझो अगर सूर्य चांद और तारागण अपना काम सही ढंग से कर नहीं पाया, उनका काम यदि बिगड़ गया, तो एक व्यक्ति अगर रात के समय सो गया समझो, तो वो सुबह जो है उठा तो भी रात जैसा ही है, सुबह को सूर्य जो है उगा नहीं है। और उस समय अगर दूसरे एक स्थल में दिन है समझो, और वो दिन जो है वो पीएम होने के बाद भी, मतलब रात का समय 9 बजने के बाद भी, 10 बजने के बाद भी दिन का समय है, चांद अपना काम नहीं कर रहा, तारागण अपना काम नहीं कर रहा है। अरे टाइम स्कीम पूरे എന്തുവാ സ്റ്റക്കായി. समय का जो संतुलन बिगड़ गया है और भय सब जगह पहुंच गया। ഈ ഇതാണ് ആ, നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിച്ചത്. और ये सारी घटनाएं चौथा स्वर्गदूत उर्ही फूके तो घटी। എന്നാൽ അഞ്ചാമത്തെ ദൂതൻ ഊതുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ട്, അതൊന്ന് വായിക്കണം. 8:13. और आठवां स्वर्गदूत उर्ही फूकने, നെന്നെ പാഞ്ചുവ. सॉरी पांचवा अ, तुरही फूकने से पहले क्या हुआ, हम 8 का 13 पद में पढ़ेंगे। जब मैंने फिर देखा तो आकाश के बीच में एक उकाब को उड़ते और ऊंचे शब्द से ये कहते सुना, उन 3 स्वर्गदूतों की तुरही के शब्दों के कारण जिनका फूकना अभी बाकी है, पृथ्वी के रहने वालों पर हाय हाय हाय। അയ്യോ, നിങ്ങൾ ഇത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലതാ. ഇവിടെ ആ, കാഹളം ഊതിയപ്പോൾ എന്തുവാ, ആ, ഭൂ ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശം മധ്യേ പറക്കുന്ന ഒരു കഴുകനെ കാണുക. ആ हम आकाश में जो है एक उकाब को उड़ते हुए देखते ആ 5वें तुरही के वक्त, और वो ऐसे कहते हैं कि पृथ्वी के रहने वालों पर हाय हाय हाय। ആ ഇത് ഈ ഉക്കാബ് എന്ന് പറയുന്ന പക്ഷി എപ്പോഴും, അല്ലെങ്കിൽ ഗരുഡൻ, ഈഗിൾ, ദൈവത്വത്തെ, ഡിവിനിറ്റിയെ കാണിക്കുന്നത്. और उकाब जो पक्षी है वो हमेशा डिविनिटी को दर्शाता है। അപ്പോൾ ഇവിടെ ഒരു വാണിംഗ് കൊടുക്കും. 4 കാഹളങ്ങളിൽ നടന്ന സംഭവങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള, ഇവിടെയുള്ള ജനത്തിന് ഒരു വാണിംഗ് കൂടെ കൊടുക്കുക, ഒരു അവസരം കൂടെ ആകാം. കണ്ടോ, ഇവിടെ വിളിച്ചു പറയുന്നത് കണ്ടോ, ആ, അനന്തരം ഒരു ദൂതൻ ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാർ, ഇനി 3 കിടക്കുന്നുണ്ട്. 4 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 3 കിടക്കുകയാണ്, ഇനി ഭയങ്കരമാണ്. അത് കഷ്ടമാണെന്ന് പറഞ്ഞ് കാഹളനാദം പോലും ഭൂവാസികളോട് പറയുകയാ. യോ കഷ്ടം കഷ്ടം കഷ്ടം, 3 കഷ്ടം വരാൻ പോവാ. അപ്പൊ ഈ 3 കഷ്ടം 3 കാഹളം ഊതുമ്പോൾ നടക്കാൻ പോവാ. और यहाँ पर जो है उकाब आकाश में उड़ते वक्त बड़े शब्द से स्वर्गदूत कह रहे कि पृथ्वी के रहने वालों पर हाय हाय हाय, मतलब 3 तुरहियां फूकी, उसके बाद और 3 बड़ा कष्ट या फिर हाय उनके जीवन में आने वाले, उनको അപ്പൊ एक और ഈ अवसर दे रहे बदलने के लिए। അപ്പൊ ഈ 3 കഷ്ടം 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 3 പ്രാവശ്യം ഇവൻ വിളിച്ചു പറയും. 3 हाय बुलाया जो दर्शाता है 3 प्रकार की कष्ट। ആദ്യം നമുക്ക് ആ 3 കഷ്ടം എവിടെയൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടിട്ട് ഇത് അടുത്ത വിഷയത്തിലേക്ക് വരാം. और हम सबसे पहले देखेंगे कि ये 3 हाय या कष्ट कहाँ पर बताया है। ആ അപ്പൊ കണ്ടോ, ഒന്നാമത്തെ കഷ്ടം എവിടാ? 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യത്തിലാണ് ഒന്നാമത്തെ കഷ്ടം. सबसे पहला कष्ट 9वां अध्याय का पहला वचन से लेके 12 पद तक है। ആ 12 പദ്ധതി നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കഷ്ടമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ 9 अध्याय का पहला से 12 पद तक पहला कष्ट हम അപ്പൊ देखें। 12 പദം ഒന്ന് വായിച്ചേ, അതിന്റെ 12 ഒന്ന് വായിച്ചേ, 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. पहली विपत्ति बीत चुकी, ആ देखो अब ദൂസ इस रात 2 विपत्तियां കേട്ടോ, 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി 2-ാം കഷ്ടം പിന്നാലെ വരുന്നു.
കേട്ടോ. ഒന്നാമത്തെ കഷ്ടം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ. ഇനിയും രണ്ടാമത്തെ കഷ്ടം എവിടാ? 13-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ और पहली രണ്ടാമത്തെ കഷ്ടം. 12 पद कहता है कि पहली विपत्ति बीत चुकी है, इसके बाद 2 विपत्तियां आने वाली है। और दूसरी विपत्ति जो है 13 पद से लेके 21 पद में विवरण दिया है. വിവരണം ചെയ്യാൻ. അപ്പൊ അവന് മൂന്നാമത്തെ കഷ്ടം എവിടാ? അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. तीसरा जो 11-ാം അധ്യായത്തിന്റെ 11th 11 अध्याय का 14 पद में लिखा है, दूसरी विपत्ति बीत चुकी, देखो तीसरी विपत्ति ആണ് ഇവിടെ വിളിച്ചു പറയാണ്. രണ്ടാം കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വരും. यहाँ पर बता रहे हैं कि दूसरा विपत्ति बीत चुकी है, तीसरा आने वाली है. അപ്പോൾ കണ്ടോ, ഓരോ 5, 6, 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഈ 3 കഷ്ടങ്ങളും. सो 5, 6, 7 तुरहिया फूकते वक्त ये 3 विपत्तियां घटती है. മൂന്നാമത്തെ കഷ്ടം 11-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കണം. तीसरा जो कष्ट या विपत्ति है 11 अध्याय का 14 से लेके 18 पद तक है. അപ്പൊ ഈ കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഒരു ഈഗിള് സ്വർഗത്തിൽ ഭൂവാസികളോട് വിളിച്ചു പറയുകയാണ്. और ये विपत्ति 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 करके एक उकाब जो है आकाश में उड़कर पृथ्वी के रहने वालों को जागृत करा रही है, बता रही है. ആമേൻ. എന്നാലെങ്കിലും ഒന്ന് ഗുണപ്പെട്ടോട്ടെ, എന്നാലെങ്കിലും ദൈവത്തിലേക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഒരവസരം കൂടെ കൊടുത്തു. एक और अवसर उनको दे रहे, पृथ्वी के लोगों को दे रहे सुधरने के लिए, अपना मन बदलकर परमेश्वर की ओर देखने के लिए. അവൻ ഈ 5-ാമത്തെ ദൂതൻ ഊതാൻ പോവാ, കാള ഊതാൻ പോവാ. 9-ാമത്തെ അധ്യായത്തിന്റെ ആദ്യം. अभी हम देखेंगे 5वां तुरही 9वां अध्याय का पहला वचन. ഇത് അടുത്ത ആഴ്ചയിലെ പഠിപ്പിക്കാൻ പറ്റുന്നു. നല്ല ഭയങ്കര ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അധ്യായമാണ് 9-ാം അധ്യായം. ഇതിനെ ആഴമായിട്ട് പഠിച്ചാൽ പറ്റുന്നു. 5-ാമത്തെ ഇതിന്റെ അതിന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക്, ഞാൻ അതിന്റെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ പാടാണ്. 5-ാമത്തെ ഈ കാഹളം ഊതുമ്പോൾ വരുന്ന ഭയാനകമായ ഇത്, ഈ 2, 5, 6 കാഹളം ഊതുമ്പോൾ അഗാധ കൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭയാനക ജീവിയുടെ പീഡയാണ് മനുഷ്യരിലേക്ക് വരുന്നത്. അത് പീഡിപ്പെടുത്തുന്നതാണ്. 5वां और 6वां तुरही फूकते वक्त अतः कुंड को खोला गया और कुंड से एक भयानक जीवी बाहर आया और भयभीत करने वाली कुछ घटनाएं वहां पर घटी. ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു എന്താ പറയുന്നത്, നക്ഷത്രം ആകാശത്ത് വീണ് കിടക്കുന്നത് കാണുക. और यहाँ पर हम देखते हैं कि एक तारागण जो है आकाश से जो है गिरकर पृथ्वी पर गिरा. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ 4 കാഹളം ഊതിയപ്പോഴേ ഭൂമിയുടെ നട്ടല്ലൊടിഞ്ഞിരിക്കുക. ये 4 तुरहिया जब फूकी गई, पृथ्वी का कमर टूट गया. നടുപൊടിഞ്ഞിരിക്കുക. അതിന്റെ കൂടെ തേണ്ട വരുന്ന 3 കഷ്ടം 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 എന്ന് പറഞ്ഞു. 4 विपत्तियां या तुरहिया फूकने के बाद पृथ्वी का ये हाल हुआ है, तो उसके बाद आगे और 3 विपत्तियां, भयानक विपत्तियां आ रही है. 5-ാമത്തെ ഊതിയപ്പോഴത്തേക്ക് കണ്ടോ, ഒരു താര വന്ന് താഴെ കിടക്കുന്നു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിക്കും. और 5वां तुरही फूकते वक्त हम देखते हैं कि तारागण जो है आकाश से पृथ्वी पर गिरा और उसे अतः कुंड की एक कुंडी दी गई. ഓ അഗാധ കൂപം തുറക്കുകയാണ്. और वो अतः कुंड जो है खोली गई. അവിടുന്ന് ഭയങ്കര പുക. എന്നാൽ അത് പേടിപ്പെടുന്നത്, ഇതൊക്കെ പിക്ചറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വരെ പേടിച്ചു പോകും. അതുപോലുള്ള സംഭവം വായിക്കുമ്പോൾ തന്നെ പേടിച്ചു പോവുക. അത്ര ഭയാനകമായിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. और वहां पर भट्टी का सा धुआं उठा करके लिखा है. और ये पिक्चर वगैरह बच्चों को दिखाएगा तो वो घबरा जाएगी. സൂര്യനും ആകാശവും ഒക്കെ അങ്ങ് ഇരുണ്ടു പോകുന്ന പുകയാ പൊങ്ങിയത്. और सूर्य आकाश जो है अंधकार से भर जाता, उस समान धुआं वहां पर हुआ.
ഈ റെവലേഷൻ്റെ അകത്തുള്ള ഇതുപോലുള്ള ഈ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഹോളിവുഡിൽ ഒരുപാട് പിക്ചേഴ്സ് വന്നിരിക്കുന്നത്. പൈശാചികമായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സും. പക്ഷെ അതിനെ പലതും ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സും സംവിധായകന്മാരും എല്ലാം ക്രിസ്ത്യൻസാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവർ അതിൻ്റെ ഭാവനയിൽ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ആ, നമ്മളിപ്പോ ചിന്തിക്കുക ഇതൊക്കെ എന്തുവാ, ഇത് സത്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ നേരായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ആയിരിക്കും ഇപ്പൊ ഓരോരുത്തരും चिंतिക്കുന്നത്. और हम देखते हैं कि ये बॉलीवुड हॉलीवुड में जितने भी प्रोड्यूसर्स और डायरेक्टर्स वगैरह होते हैं, वो ये भयानक चीजें जो प्रकाशित वाक्य में बताया है, उसके हिसाब से अपने सोच में जो है बुद्धि के हिसाब से उन लोग जो है कई ओ हम्म, पिक्चर निर्माण करती है। किया गया है और करती भी है। ओके, अभी हमारा भी सोच रहे थे ये क्या है, सही बात है क्या, ये क्या क्या बोल रहा है, डराव का बात है क्या, ऐसा कुछ हो सकता है क्या? ऐसा बोलने वाले लोगों के मध्य में हमको ये बात में कुछ आंसर देने का भी जरूरत है। वो लोग ये देख के अनुभव करो। वो समय में विश्वास करने वाला हम तो इधर नहीं है, हम तो स्वर्ग में है। ओके, फिर एक सवाल है, हम तो इधर नहीं है तो हम ये सब कुछ पढ़ने का जरूरत है? एक्चुअली मेरे हिसाब से विश्वासी को ये सब कुछ सीखने का भी जरूरत नहीं, लेकिन आपको ये जानकारी, एक अलर्ट होना जरूरी है कि आने वाला समय में, भविष्य काल में, एक मृत्यु में होने वाला बातों की विषय वो हमारी ओर और हमारे लिए ही नहीं है ये सारे बात। फिर भी प्रकाशन में परमेश्वर की आत्मा ये संभवों को विवरण करके रखा है। कुछ ना कुछ लोगों को इसके बारे में हम समझा भी सकता है। अगर कोई छूट गया तो ये समय में बचने के लिए भी एक कारण हो जाएगा। ठीक है, ये नहीं, मैं प्रभु सभी को सहायता करे। आने वाला हफ्ता में हम ये 9th अध्याय का विवरण पढ़ेंगे। बहुत ब्यूटीफुल है, आगे के हर विषय प्रार्थना के साथ हम जाएंगे। प्रभु हम सभी को सहायता करें। गॉड ब्लेस यू। थैंक यू पास्टर जी, प्रभु आशीष करे। आइए हम प्रार्थना करें आगे। टीटी अब्राहम पास्टर अंकल प्रार्थना करके आशीर्वाद बोल के इस मीटिंग को समाप्त करेंगे। प्रार्थना करेंगे। प्यारे प्रभु, समय के लिए धन्यवाद और स्तुति करते हैं प्रभु जी। प्रकाशित वाक्य में प्रभु ने दिया हुआ अद्भुत वर्णन के लिए हम धन्यवाद करते हैं प्रभु जी। पृथ्वी पर, आकाश में, समुद्र में होने वाला विपत्तियों के बारे में, न्याय के बारे में हम पढ़ते हैं प्रभु जी। प्रेज़ द लॉर्ड। प्रभु जी, तेरे लोगों को अपने खून में आप छुपा कर रखते हैं, तेरे लोगों को सुरक्षित में आप रखेगा। लेकिन जो लोग प्रभु से छोड़कर पवित्र परमेश्वर के वचन के विरोध में चलते हैं, उनके जीवन में होने वाला सारा विपत्ति के बारे में प्रभु का वचन हमको खुलन प्रभु जी व्यवस्था दिखाते हैं, वर्णन देते हैं। इसलिए धन्यवाद करते हैं प्रभु जी। आकाश मंडल में, समुद्र में होने वाला विपत्तियों के बारे में, बिजनेस के विरोध में आने वाला न्याय के बारे में आपने सोचा है। प्रभु से लॉर्ड सीखने के लिए अवसर दिया, इसलिए धन्यवाद। तेरे दास के लिए खासतौर से हम धन्यवाद करते हैं प्रभु जी। पास्टर चरियान कुछ के लिए धन्यवाद। तेरे दास को दिया हुआ स्वर्गीय ज्ञान के लिए हम धन्यवाद करते हैं। तेरे वचन बराबर सिखाने के लिए प्रभु ने सामर्थ्य दिया, इसलिए धन्यवाद। तेरे दासों को अनुग्रह देना, अपने परिवार को, अपना सेवाई को तेरे हाथ में समर्पण करते हुए हम प्रार्थना करते हैं प्रभु जी। तेरे दास के द्वारा बहुत सारे लोग इन दिनों में प्रभु में आने के लिए तो सहायता करना प्रभु जी। हालेलुया। जो लोग वचन के विरोध में चलते हैं, उनके जीवन में ये तेरा जो वचन प्रभु का दास सिखाते हैं,
समझ करके प्रभु में आने के लिए सहायता कर। बड़ा नया परमेश्वर की शिक्षाएं पृथ्वी पर होने वाला है, लेकिन अपना प्रभु का लोगों को, जो लोग यीशु मसीह में आया है, यीशु मसीह के लोग उसे धोकर प्रभु के लिए अलग किया है, खरीदा है, उनको परमेश्वर उनके लिए तैयार किया हुआ स्वर्गीय भवन में लेके जाएंगे। बाकी लोग ये पृथ्वी पर रहने के समय उनके जीवन में होने वाला सारा विपत्तियों के बारे में, न्याय के बारे में, शिक्षा के बारे में प्रभु का वचन हमको शिक्षा हम देते हैं। इसलिए धन्यवाद। जो वचन हम पढ़ते हैं, सीखते हैं, प्रभु जी अपने आप को भड़कते हुए प्रभु के साथ साथ चलने के लिए, निकट आने के लिए और प्रभु का वचन बराबर पालन करने के लिए हम सबको मदद करते रहेगा प्रभु जी। जो लोग ये बाइबल क्लास में अटेंड किया है, हर एक भाई बहनों को, तेरे दासों को अनुग्रह करना प्रभु जी। अपने आप को प्रभु के हाथ में हवाला करते हुए प्रभु के इच्छा के अनुसार आगे चलने के लिए सबको मदद करना प्रभु जी। हम सबको तेरे हाथ में सौंपते तेरे, हमारा प्रार्थना आपने सुना है। हालेलुया। तेरे वचन बराबर सीख कर तेरे वचन के अनुसार चलने के लिए हम सबको मदद करते रहना प्रभु जी। स्वर्गीय अनुग्रह सबके जीवन में देते रहना प्रभु जी। हमारा प्रार्थना आपने सुना, इसलिए धन्यवाद। प्रभु यीशु मसीह के नाम से हम प्रार्थना करते हैं, सुन और ग्रहण कर स्वर्गीय पिता। आमीन। अभी प्रभु यीशु मसीह के असल पिता परमेश्वर का प्यार, पवित्र आत्मा के संग और अनुग्रह हम सबके साथ हमेशा होते रहे। आमीन। आमीन। प्रभु ने हमारा प्रार्थना सुना, इसलिए प्रभु का धन्यवाद करे। हालेलुया, हालेलुया, हालेलुया।